Hello, Hello. Hi. Good afternoon. good evening. Good evening. Sorry. ഞാൻ ഉറക്കത്തിൽ നിന്ന് വന്നേരം. ആണോ? That's okay. ആഹ് ഇന്നലെ ആഹ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തായിരുന്നോ? 15 എണ്ണം അത് 10 എണ്ണമായിരുന്നോ? 10 ലാസ്റ്റ് 5 ചെയ്തില്ല. ലാസ്റ്റ് 5 എണ്ണം ഞാൻ ചോദിക്കട്ടെ? ഓക്കെ ഓക്കെ. ചോദിക്കാം. കേക്കാമോ? ആ ഇവിടെ വേറൊന്നും നെറ്റ് ഉണ്ട്. ചോദിക്കാം. നിങ്ങളുടെ യാത്ര എത്ര നേരമാണ്? നിങ്ങളുടെ യാത്ര എത്ര നേരമാണെന്നോ? ആ ഞാൻ ആലോചിച്ചോട്ടെ. ആ ആലോചിച്ചു ആലോചിച്ചു. ഹൗ മച്ച് ടൈം ഈസ് യുവർ ട്രാവൽ? നിങ്ങളുടെ യാത്ര എത്ര നേരമാണ്? അപ്പൊ ഡ്യൂറേഷൻ കാണിക്കുന്നത് എവിടെയാ? ഡ്യൂറേഷൻ ഹൗ ലോങ് ആണോ, ഹൗ ഓഫൺ ആണോ, ഹൗ ഫാർ ആണോ, ഹൗ മച്ച് ആണോ, എന്താ? ഹൗ മച്ച്? അത് എത്രത്തോളം, എത്ര മാത്രം എന്നാണ്. ആ ഓക്കെ ഓക്കെ. ആ. എത്ര എത്ര സമയമാണെന്നല്ലേ? നിങ്ങളുടെ യാത്ര എത്ര നേരമാണ്? എത്ര നേരമാണെന്നല്ലേ? എത്ര ഹൗ നേരം ലോങ്? ഉണ്ടാ? ഹൗ ലോങ് ഇസ് ദാറ്റ് ജേർണി? ഹൗ ലോങ് ഇസ് ദാറ്റ് ജേർണി? ഞാൻ വേറെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഇന്നലത്തെ ക്വസ്റ്റ്യൻസിന്റെ ബാക്കി. ഉം. അവ എളുപ്പമുള്ള ചോദ്യങ്ങളാണോ? അവ എളുപ്പമുള്ള ചോദ്യങ്ങളാണോ? ആർ ആർ ഉം. ദോസ് ഈസി ക്വസ്റ്റ്യൻസ്? കറക്റ്റ്. ഇത് 10-മത്തെ ചോദ്യമല്ലേ? ഇത് 10-മത്തെ ചോദ്യമല്ലേ? Isn't this is 10th question? ഇസിന്റ് ദിസ് ഒരു ഒരു സെന്റൻസിൽ രണ്ട് പ്രാവശ്യം ഇസോ, രണ്ട് പ്രാവശ്യം ആറോ, ഒരു പ്രാവശ്യം ഇസോ, ഒരു പ്രാവശ്യം ആറ്, അങ്ങനെ വരരുത്. ഒരു സ്ഥലത്ത് ഒരു ഇസോ ആറോ വരാവും. അപ്പോ ഇത് 10-മത്തെ Isn't ചോദ്യം അല്ലേ? ഇത് 10-മത്തെ ചോദ്യം ആണെന്ന് isn't ചോദിക്കും. ദിസ് ഇസ് 10th ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് 10-മത്തെ ചോദ്യം അല്ലേന്ന് ചോദിക്കാൻ എങ്ങനെ വരും? അല്ലേന്ന് ചോദിക്കുമ്പോ എങ്ങനെയാ? isn't 10th ആ question? ഇസിന്റ് ദിസ്, ഇസിന്റ് ദിസ്. ആ, ഞാൻ isn't this എന്നല്ലേ ആദ്യം പറഞ്ഞത്? ഇസിൻ ദിസ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഫെബിൻ ഒന്നും കൂടെ ഇസിൻ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. രണ്ടു പ്രാവശ്യം ഓക്കെ. ഇസ് വന്നു. ഓക്കെ, അങ്ങനെ വരുത്തരുത്. അടുത്തത്, അവൾ ഒരു നേഴ്സ് അല്ല. അവള് നേഴ്സ് അല്ല. ഉം. ഷീ ഈസ് നോട്ട് അവനൊരു നേഴ്സ്. ഷീ ഈസ് നോട്ട്. അവൾ ഒരു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ ഒരു നേഴ്സ് അല്ല. ഷീ ഈസ് ഷീസ് നോട്ട് എ നേഴ്സ്. ഷീ ഈസ് നോട്ട് എ നോട്ട്. നേഴ്സ്. നിങ്ങളുടെ ഫ്ലൈറ്റ് 8 മണിക്കല്ലേ? നിങ്ങളുടെ നിങ്ങളുടെ ഫ്ലൈറ്റ് 8 മണിക്കല്ലേ? ആ ഞാൻ ഫെബിനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഫെബിൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഫ്ലൈറ്റ് 8 മണിക്കല്ലേ? അപ്പൊ എങ്ങനെ ചോദിക്കും? Aren't your flight 8 o'clock? Aren't your flight at 8? അതാണോ? ആ അതെങ്ങനെയാ 6 വന്നേ? നിങ്ങൾ അപ്പം കുറെ പേരില്ലേ? ഇപ്പൊ ഞാൻ ഫെബിനോട് നിങ്ങൾ എന്ന് വിളിക്കാമല്ലോ, അല്ലെങ്കിൽ ഫെബിൻ എന്നെ നിങ്ങൾ എന്ന് പറയാലോ. അപ്പൊ ഞാൻ ഒരെണ്ണേ ഉള്ളല്ലോ. Isn't your flight is at 8? Isn't your flight At 8. at 8?
ആ at 8. ഓക്കെ, ആണോ? കറക്റ്റ്. ആ. ഉം. നിങ്ങളെന്ന് ഉദ്ദേശിച്ചപ്പം കൺഫ്യൂഷൻ ആയി. ആ, കുഴപ്പമില്ല. എന്താണെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ. ഞാൻ കുറച്ചുകൂടെ ചോദ്യങ്ങൾ കയ്യിലിട്ട് ചോദിക്കാവേ. ഈ ഹൗ ഓഫണും ഹൗ ലോങ് ഒക്കെ ആ ചെറുതായിട്ടൊക്കെ തിരിയുന്നുണ്ടല്ലോ. പിന്നെ നാളെ എന്തായാലും ലെവൽ 1ന്റെ എക്സാം ഞാനാണോ തരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. മാം എന്തായാലും ഫെബിന്റെ ഒക്കെ പേര് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏഹ്, എക്സാം എങ്ങനെയായിരിക്കും? ഒരു ലൈവിലാണോ? 30 ഒരു 30 ചോദ്യങ്ങൾ കാണുമായിരിക്കും. അപ്പൊ അതിന് ഇരുന്ന് എഴുതേണ്ടി ആ വരുമായിരിക്കും, അല്ലെങ്കിൽ ചോദിക്കും. അപ്പം ഡയറക്റ്റ് ആയിട്ട് പറയേണ്ടി വരും. എഴുതുവാണോ പറയുവാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ആ, ആ ഓക്കെ. എന്തായാലും നമുക്ക് ഇന്ന് മാക്സിമം ആ എക്സാമിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആ ഓക്കെ. ഓക്കെ ഓക്കെ. ക്ലാസ് റൂമിൽ എത്ര കുട്ടികളുണ്ട്? ക്ലാസ് റൂമിൽ എത്ര കുട്ടികളുണ്ട്? How many students in the classroom? ഹൗ മെനി സ്റ്റുഡൻസ്? How many students are ആ ആ ആ students ആ are ആ in the ആ classroom? ആ ആ അപ്പൊ 6 അവിടെ ചേർക്കാൻ മറക്കരുത്. ഇനി ഒരു കൊച്ചേ ഉള്ളെങ്കിൽ സ്റ്റുഡന്റ് ഇസ് എന്ന് വരും. ഓക്കെ. Okay. ഹൗ മെനി സ്റ്റുഡന്റ് How ഇസ്? many students are in the classroom? അങ്ങനെയല്ലേ? ആ, അതെ അതെ, കറക്റ്റ് ആണ്, ആ കറക്റ്റ് ആണ്. ഉം. അടുത്തത് ഹൗ മച്ച് അല്ല, അയ്യോ ഞാൻ പറഞ്ഞല്ലോ. കപ്പിൽ എത്രമാത്രം കോഫി ഉണ്ട്? പറഞ്ഞല്ലോ. how much coffee in the ഹൗ cup? മച്ച് കോഫി, ബാക്കി ഞാൻ പറഞ്ഞില്ല, അത് ഭാഗ്യം. How much coffee in the cup? ആ, ഇസു ആറും ആര് ചേർക്കും? How much uh, coffee കോഫി in the cup പോരെ? വേണ്ട, How അതിന്റെ much ഇടയ്ക്ക് coffee? ഇസോ ആറോ വേണം. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ ഇല്ലേ, സായിപ്പും മദാമയൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് സെന്റൻസ് പറയും. നമ്മളിങ്ങനെ നമ്മുടെ ജസ്റ്റ് ആശയം മാത്രമേ പറഞ്ഞു പോകത്തുള്ളൂ. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഹൗ മച്ച് കോഫി, അത് ഞാൻ How much പറഞ്ഞു. coffee is in the cup? അതൊരു വൈൽഡ് ഗസ് ആണോ? അതെന്താ ഇസ് വന്നത്? ജസ്റ്റിഫൈ. ആറെന്താ അല്ല വരാഞ്ഞ? ഒരു ഇസ് വെച്ച് നോക്കിയപ്പോ കുറച്ചും കൂടെ കൊള്ളാൻ തോന്നി. ആ, അതെന്തായാലും കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തന്നായിരുന്നു. നമ്മള് ഇങ്ങനെ കോഫി എന്ന് പറയുമ്പോ എണ്ണാൻ പറ്റാത്ത സാധനമാണ്, ഷുഗർ എന്ന് പറയുമ്പോ എണ്ണാൻ പറ്റാത്ത സാധനങ്ങളാണ്. അപ്പം അവിടെ എല്ലാം എണ്ണാൻ പറ്റാത്തതിന്റെ കൂട്ടത്തില് നമ്മൾ ഇസ് ആണ് ഉപയോഗിക്കുന്നത്. എണ്ണാൻ പറ്റുന്ന സാധനങ്ങളുടെ കൂടെ ആർ. അതൊന്ന് ഓർത്ത് എവിടെങ്കിലും ആ ഒന്ന് ഓക്കെ. ഓർത്ത് വെക്കുക കേട്ടോ. ഹൗ മച്ച് സോൾട്ട് ആ ആണെങ്കിലും ഓക്കെ. ഷുഗർ ആണെങ്കിലും ഗ്യാസ്, ഓയില്, വെള്ളമോ, എയർ, പൈസ, ഇതെല്ലാം പൈസ എന്ന് പറയുമ്പോൾ മണി, ഇതെല്ലാം ഇസ് ആണ് പറയേണ്ടത്. ഓക്കെ. ഓക്കെ. ഫെബിന്റെ പേഴ്സിൽ എത്ര പൈസയുണ്ട്? ഇംഗ്ലീഷിൽ പറയാനാണോ? ആ, ഹൗ മച്ച് മണി ഈസ് ഇൻ യുവർ പേഴ്സ്? വെരി ഗുഡ്. അപ്പൊ എത്രത്തോളം, എത്ര മാത്രം എന്നൊക്കെ ചോദിക്കുമ്പോ ഹൗ മച്ച് ആണ്. അടുത്ത ഒരു ചോദ്യം. ഉം, എത്ര തവണ തിയേറ്ററിൽ പോകാറുണ്ട്? താങ്കൾ എത്ര തവണ തിയേറ്ററിൽ പോകാറുണ്ട്? ഹൗ ഓഫൺ യു ആർ ഗോയിങ് ടു തിയേറ്റർ? ഹൗ എത്ര തവണ തിയേറ്ററിൽ പോകാറുണ്ട്? ആം, അപ്പൊ എത്ര അതിനൊരു കറക്റ്റ് ഹൗ ഫോർമാറ്റ് ഉണ്ടായിരുന്നല്ലോ. ഹൗ ഓഫൺ. ഡു യു ഹൗ ഹൗ ഓഫൺ ഓഫൺ ഡു യു ആർ ഗോയിങ് ഡു യു ആർ ചേർക്കണ്ട. ഡു യു ഡു യു ഡു ഗോ യു ടു ഗോയിങ് ടു തിയേറ്റർ? ഡു യു ഗോ ടു തിയേറ്റർ? അത് മറ്റേ ഞാൻ ആ സ്ലൈഡിൽ തന്നിട്ടുണ്ട്. ഹൗ ഓഫൺ ഡു യു വെച്ചിട്ടാണ് എല്ലാ ചോദ്യങ്ങളും ആ ഫോർമാറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഹൗ ഓഫൺ ഡു യു ഡു ദാറ്റ്, ഹൗ ഓഫൺ ഡു യു ഗോ ടു തിയേറ്റർ, ഹൗ ഓഫൺ ഡു യു ഡു യോഗ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരെണ്ണോടെ ചോദിക്കാം അതുപോലെ. സൂയിൽ എത്ര തവണ പോവാറുണ്ട്?
താങ്കൾ എത്ര തവണ സൂവിൽ അല്ലെങ്കിൽ പാർക്കിൽ പോകാറുണ്ട്? How often do you go park? ഗോ ടു പാർക്ക്, പാർക്കിലേക്ക്. Good. ഓക്കെ. ഇപ്പൊ ഹൗ ഓഫൺ ശരിയായോ? Okay. ആ ആ ഹൗ ഓഫൺ, എത്ര തവണ ഫാമിലിയെ വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ട്? How often how often ഉം. do you go to visit family? ഡു യു സിംപ്ലി വിസിറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഡു യു വിസിറ്റ് യുവർ ഫാമിലി? ഓക്കെ. Okay, ആ okay. അപ്പൊ ഞാൻ ഉത്തരം പറയുകയാണ്. ഓ, വല്ലപ്പോഴും. അപ്പം വല്ലപ്പോഴും എന്റെ ഇംഗ്ലീഷ് എന്താണ്? എപ്പോഴും frequently എപ്പോഴും വല്ലപ്പോഴും. ഏ ഞാൻ മൂന്ന് മൂന്ന് വാക്കുകൾ പഠിപ്പിച്ചായിരുന്നു. 3 എണ്ണം. ആ അതെന്തൊക്കെ? frequently ആണോ? ഞാൻ ചോദിച്ചത് വല്ലപ്പോഴും, എപ്പോഴും അല്ല. Occasionally. ഒക്കേഷണലി. പിന്നെ രണ്ടാമത്തത് ഒക്കേഷണലി, സെൽഡം, റെയർലി. 3 എണ്ണം. Okay. അപ്പൊ ഞാൻ പള്ളിയിൽ വല്ലപ്പോഴേ പോകാറുള്ളൂ. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? വല്ലപ്പോഴും അല്ല. I go to church occasionally. വെരി ഗുഡ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ 2 വാക്കും കൂടെ ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളല്ലോ. അതെങ്ങനെ പറയും? I go I to church rarely. ആ I go to the ഐ സെൽഡം ഗോ ടു ചർച്ച്. ആ സെൽഡം അറ്റത്തിടുമ്പോ എന്തോ പോലെ തോന്നില്ലേ? ഐ ഗോ ടു ചർച്ച് സെൽഡം. പക്ഷെ ഐ സെൽഡം ഗോ ടു ചർച്ച് എന്ന് പറയുമ്പോ അത്രയും പ്രശ്നമില്ല. അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഓർത്തു കഴിയുമ്പോൾ നമുക്ക് തന്നെ തന്നെ കിട്ടിക്കോളും. ഒക്കേഷണലി, റെയർലി ഒക്കെ ലാസ്റ്റ് യൂസ് ചെയ്താലും മെയിൻ ആയിട്ട് നമ്മൾ അതെല്ലാം പുറകിൽ ഏറ്റവും ലാസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സെൽഡം മാത്രം നമ്മളത് കുറെ ലാംഗ്വേജുമായിട്ട് മനസ്സിലായിട്ട് വരുമ്പം നമുക്ക് നോർമൽ കോൺവെർസേഷനിൽ അത് വന്നോളും ഫെബിന്റെ. ഓക്കെ. ഞാൻ ഒരു മിനിറ്റ് ക്യാമറ നോക്കാം. ശരി ശരി ശരി. ഓക്കെ ഓക്കെ. മിസ് പറഞ്ഞോ, കുഴപ്പമില്ല. ഓക്കെ. ഇനി ഒരു ചോദ്യം. ഞാൻ ഈ 10 മണിയുടെ മുമ്പിൽ എന്താ ചേർക്കേണ്ടത്? ഓൺ ആണോ, അറ്റാണോ, ഇന്നാണോ? അറ്റ്. നാളെ അല്ല, അടുത്ത ദിവസം ഒരു മീറ്റിംഗ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതെങ്ങനെ പറയും? അടുത്ത ദിവസം എനിക്കൊരു മീറ്റിംഗ് ഉണ്ടോ? I have a meeting next day. I have a meeting tomorrow. ടുമോറോയ്ക്ക് പകരം അടുത്ത ദിവസം എന്ന് ഞാൻ പറയുകയാണെങ്കിലോ? നെക്സ്റ്റ് ഡേ. അപ്പൊ അതിന്റെയൊക്കെ മുമ്പിൽ പ്രപ്പോസിഷൻ എന്തുവാ യൂസ് ചെയ്യേണ്ടത്? അല്ല, ഈ ടുമാറോസ് ഡേക്ക് ഒന്നും വേണ്ടെന്നല്ലേ പറയുന്നത്? കറക്റ്റ്. ഓക്കെ. അപ്പൊ ഓർമ്മയുണ്ടല്ലേ? യെസ്, ഗുഡ്. ഇനി അടുത്തൊരു ചോദ്യം. 1995 അതിന്റെ മുമ്പില് ഓൺ 1995. അപ്പൊ 100 വട്ടം എഴുതിക്കോ. In 1995. In 1995. യെസ്. ഇനി എനിക്ക് ഈ ടൈമിന്റെ കാര്യം ഓക്കെ, പക്ഷെ മറ്റേത് രണ്ടും ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂഷൻ ആണ്. അത് നമ്മള് മന്തും അല്ല ഈ ഫെബിൻ പറഞ്ഞു തന്ന ടെക്നിക്ക് തന്നെ ഒന്ന് യൂസ് ചെയ്ത് നോക്കി. നമ്മള് ഇൻ മൺഡേ എന്ന് പറയുമ്പോ എന്തോ പോലെ തോന്നില്ലേ? പക്ഷെ ഓൺ മൺഡേ എന്ന് പറയുമ്പോ കുറച്ചും കൂടെ ഭംഗി തോന്നില്ലേ? ശരിയാണ്. അതുപോലെ ഓൺ മാർച്ച് എന്ന് പറയുമ്പോ എന്തോ പോലെ. പക്ഷെ ഇൻ ഏപ്രിൽ, ഇൻ മെയ്, ഇൻ ഡിസംബർ മാസത്തിൽ, ഇൻ ഡിസംബർ,
ഇപ്പൊ അത് കുറച്ചുകൂടെ മനസ്സിലായില്ലേ? ഇൻ ഡിസംബർ, മാസങ്ങളുടെ മുമ്പിൽ ഇന്നാണ്. ക്ലിയർ ആണോ? ആ ഓക്കെ. ആഴ്ചകളുടെ ആ മുമ്പിൽ ക്ലിയർ ആണ്. ആ ആ ഓക്കെ. ആഴ്ചയുടെ മുമ്പിൽ ഇന്നല്ലേ? ആഴ്ചകളുടെ മുമ്പിൽ ഓൺ ആണ്. ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ വെൻസ്ഡേ, ഓൺ സൺഡേ. ആ ഓക്കെ. ഓക്കെ. പിന്നെ ഷെയർ ചെയ്യുന്നത് കാണാവോ? സ്ക്രീൻ കാണാവോ? ഇല്ല, കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല. പിന്നെ നൈറ്റ് ആണെങ്കിലോ? അറ്റ് നൈറ്റ്. ആ നൂൺ ആണെങ്കിലോ? നൂൺ ഓൺ അറ്റ് നൂൺ തന്നെയാണ്. അറ്റ്. ഓക്കെ. അറ്റ് നൂൺ അറ്റ് നൈറ്റ്. പക്ഷെ എനിക്കൊരു ടെസ്റ്റ്, ഉച്ച കഴിഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ ഹാവ് ടെസ്റ്റ് ആഫ്റ്റർനൂൺ. അതിന്റെ ഇട ഐ മുമ്പിൽ ഒരു ഹാവ് സാധനം ചേർക്കണം. അതെന്തുവാ? ഐ അറ്റ് ഹാവ് എ ടെസ്റ്റ്. ഐ ഹാവ് എ ടെസ്റ്റ് എന്നാണ്. ഐ ഹാവ് എ ടെസ്റ്റ് ഇൻ ദ ആഫ്റ്റർനൂൺ, ഉച്ച കഴിഞ്ഞിട്ട്. ഓക്കെ. പക്ഷെ നൂൺ ഓക്കെ. ആണെങ്കിൽ അറ്റ് നൂൺ. മോർണിംഗ് ആണെങ്കിൽ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. വൈകുന്നേരവും രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടും വൈകുന്നേരവും ഇന്നാണ്. കറക്റ്റ് ഉച്ചയ്ക്ക് പറയുവാണെങ്കിൽ അറ്റാണ്, രാത്രിയും അറ്റാണ്. ക്ലിയർ അല്ലേ? മോർണിംഗ്, ഈവനിങ്, പിന്നെ നമ്മുടെ രാവിലെ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം. ആഫ്റ്റർനൂൺ. ആ രാവിലെ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി ഫെബിന്റെ ഇപ്പൊ ഫെബിൻ നിൽക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിയറസ്റ്റ് റെസ്റ്റോറന്റ് എത്ര ദൂരമുണ്ട്? അത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? ഹൗ ഫാർ. ആ റെസ്റ്റോറന്റിന്റെ പേര് എനിക്ക് അറിയില്ല. ഹൗ ഫാർ. ആ തൊട്ടടുത്തുള്ള ഓക്കെ. റെസ്റ്റോറന്റ് എത്ര ദൂരം ഉണ്ട് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? ഫെബിൻ ആണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ചോദിക്കത്തില്ല ആരോടെങ്കിലും, തൊട്ടടുത്തുള്ള ഇതിലോട്ട് എത്ര ദൂരം ഉണ്ട്? തൊട്ടടുത്തുള്ള ഇപ്പം ബൈക്ക് പെട്ടെന്ന് പഞ്ചറായി അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി, അപ്പൊ ബൈക്ക് നന്നാക്കാൻ തൊട്ടടുത്ത് വർക്ക്ഷോപ്പ് എത്ര ദൂരം ഉണ്ട്? തൊട്ടടുത്തായിട്ട് എത്ര ദൂരം പോണം എന്നൊക്കെ ചോദിക്കത്തില്ലേ? ഹൗ ഫാർ വർക്ക്ഷോപ്പ് ഫ്രം ഹിയർ. ഹൗ ഫാർ. ഇസ് എന്താ മറന്നു പോകുന്നത്? ഹൗ ഫാർ ഈസ് ദി വർക്ക്ഷോപ്പ് ഫ്രം ഹിയർ. ഹൗ ഫാർ ഇസ് ദ വർക്ക്ഷോപ്പ് ഫ്രം ഹിയർ എന്നും ചോദിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കാനായിട്ട് ഹൗ ഫാർ ഇസ് ദ നിയറസ്റ്റ് വർക്ക്ഷോപ്പ്. ഹൗ ഫാർ ഇസ് ദ നിയറസ്റ്റ്. ലോങ് എപ്പോഴാ വരുന്നത്? ലോങ് വരുന്നത് ഡ്യൂറേഷൻ കാണിക്കാനായിട്ടാണ്. എത്ര ദൈർഘ്യമുണ്ട്. നമ്മുടെ ഈ ക്ലാസ് എത്ര നേരമുണ്ട്? അത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? ഹൗ ലോങ് വാസ് അവർ ക്ലാസ്. അവിടെ ഇസിനോട് വല്ല വൈരാഗ്യമുണ്ടോ? ഹൗ ലോങ് ഈസ് അവർ ക്ലാസ്. ഓക്കെ. ഹൗ ലോങ് ഇസ് അവർ ക്ലാസ്. ഓക്കെ. നെക്സ്റ്റ് വൺ. എത്ര ദൂരം ഫെബിന് ചാടാൻ പറ്റും? ഹൗ ഫാർ ഈസ് യു ക്യാൻ ജംപ്. അവിടെ നമ്മള് ഇസ് യൂസ് ചെയ്യണ്ട. ഓൾറെഡി ഫെബിന് അറിയാലോ, ക്യാൻ യു ജംപ്. ഞാൻ ആവശ്യമില്ലാത്തടത്തെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഹൗ ഫാർ ക്യാൻ യു ജംപ് മാത്രം മതി, ഇസ് അവിടെ വേണ്ട. ഓക്കെ. പിന്നെ നമ്മൾ ഓൾറെഡി ക്യാൻ വെച്ചൊരു സാധനം പഠിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം. ഫെബിൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഹൗ ലോങ് യു ആർ വർക്കിംഗ് ഹിയർ. അതിനൊരു പ്രത്യേകം ഫോർമാറ്റ് ഞാൻ തന്നിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും സാധനം അത് കാണാപ്പാഠം പഠിക്കണം.
എത്ര നേരമായിട്ട് താങ്കൾ ടി വി കണ്ടോണ്ടിരിക്കുന്നു? എത്ര നാളായിട്ട് താങ്കൾ ഇവിടെ How വർക്ക് ചെയ്യുന്നു? long, ആ, how long do you അല്ല. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ്? അല്ലേ, കേട്ടിട്ടില്ലേ ഇത്? ഉണ്ട് ആ, have been ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഇൻ, എവിടെയാ, ഏതാ സ്ഥലം? Saudi? അല്ലെങ്കിൽ ഇൻ സൗദി. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഇൻ സൗദി? അതിപ്പോ ഫെബിൻ മറ്റുള്ളവരോട് ആരോടെങ്കിലും ഇങ്ങനെ എത്ര നാളായിട്ട് താങ്കൾ ഇവിടെ, അല്ലെങ്കിൽ എത്ര നാളായിട്ട് നീ ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ ഹൗ ലോങ് ഡു യു വർക്ക് എന്ന് ചോദിക്കരുത്. അത് തെറ്റാണ് കേട്ടോ. ഹൗ ലോങ് ഹാവ് യു ബീൻ, അത് ആ ഒരു അത് പഠിക്കുക. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ, എത്ര നാളായിട്ട് പഠിക്കുന്നു. ക്ലിയർ ആകുന്നുണ്ടോ? എത്ര നാളായി എന്ന് പറയുന്നതിന്റെ ഫോർമാറ്റ് അതാണല്ലേ? ഹൗ ലോങ് ഹാവ് യു ബീൻ? ബീൻ, എത്ര നാളായിട്ട് എന്നുള്ളതിന്റെ ഫോർമാറ്റ് ഹൗ ലോങ് ഹാവ് യു ബീൻ. ഇനി എത്ര നേരമുണ്ട്, ഇപ്പം എത്ര നാളാണെങ്കിലും എത്ര നേരം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഡ്യൂറേഷൻ അല്ലേ കാണിക്കുന്നത്, സമയമല്ലേ കാണിക്കുന്നത്, എത്ര ദൂരമുണ്ട്, സോറി, എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്ന് കാണിക്കുന്നത്. മനസ്സിലായോ? ആ, മനസ്സിലായി മനസ്സിലായി. എത്ര നാളാണെങ്കിലും എത്ര സമയമാണെങ്കിലും ഡ്യൂറേഷൻ ആണല്ലോ കാണിക്കുന്നത്. ഓക്കെ. അടുത്തത് ഉം, ഫെബിൻ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യാൻ ഇഷ്ടമാണോ? ആണ്. ഏതാ? കീബോർഡ്. അപ്പൊ ചർച്ചിൽ ഞാനാ വായിക്കുന്നത്. ഓ, ശരി ശരി. അപ്പോ എത്ര നാളായിട്ട് താങ്കൾ കീബോർഡ് വായിക്കുന്നു പള്ളിയില്? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹാവ് യു ബീൻ പ്ലേയിങ്, ഈ പ്ലേയിങ് പ്ലേ കീബോർഡ്? പ്ലേയിങ് കീബോർഡ് ഇൻ ദ ചർച്ച്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ആ. ഇനി ഇപ്പൊ അങ്ങനെ എന്താ കുറെ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് തന്നെ എത്ര നാളായിട്ട് ഇന്ന കാര്യം ചെയ്യുന്നു, എത്ര നാളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു, എത്ര നാളായിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് ഈ സെയിം സാധനം തന്നെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, താങ്കളുടെ സെയിൽസ് ഒക്കെ എങ്ങനെ പോകുന്നു? സെയിൽസ് എങ്ങനെ പോകുന്നു ആലോചിക്കട്ടെ. ഹൗ ഈസ് ഗോയിങ് യുവർ സെയിൽസ്? ഉം. അവിടെ ഹൗ നമ്മള് ഹൗ ആർ യു എന്നല്ലേ ചോദിക്കുന്നത്, ഹൗ ഇസ് ഹൗ യു ആർ എന്ന് ചോദിക്കത്തില്ലല്ലോ. ആ ആ നമ്മള് അത് ഹൗ ഇസ് ആണോ ചോദിക്കുന്നത്, ഹൗ ഇസ് യു എന്നാണോ സാധാരണ? ആ താങ്കൾക്ക് എങ്ങനെയുണ്ട് വിശേഷം, ഹൗ ആർ യു എന്നല്ലേ ചോദിക്കുന്നത്. ഹൗ ആർ യു ഗോയിങ്? ഹൗ ആർ സെയിൽസ് ഗോയിങ്, ഹൗ ആർ യുവർ സെയിൽസ് ഗോയിങ്, താങ്കളുടെ ആ, സെയിൽസ് ഒക്കെ ഓക്കെ. എങ്ങനെ പോകും, ഹൗ ആർ യുവർ സെയിൽസ് ഗോയിങ്. ഓക്കെ. ഹൗ ആർ യുവർ സെയിൽസ് ഗോയിങ്. ഇനി താങ്കളുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ട്, താങ്കളുടെ ക്ലാസ്സുകളൊക്കെ, താങ്കളുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ട്? ഹൗ ആർ യു ഗോയിങ് യുവർ ക്ലാസ്സസ്? ഏ, അവിടെ ഡൂയിങ് ചേർക്കണ്ട. ഹൗ ആർ യുവർ ഇംഗ്ലീഷ് ക്ലാസ്സസ്? ഓക്കെ. ഓക്കെ. ആ, അത് ഞാൻ ആ ഫോമാറ്റ് ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാവേ, ഷെയർ ആ, ചെയ്യട്ടെ സ്ക്രീൻ. ഓക്കെ. അല്ല, അത് അത് എന്റെ ഓർമ്മയിലുണ്ട്, പക്ഷെ എനിക്കത് മറന്നു. ഉണ്ട്. ഹൗ ആർ യുവർ ഇംഗ്ലീഷ് ക്ലാസ്സസ്, ഈ യു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഹൗ ആർ യുവർ ഇംഗ്ലീഷ് ക്ലാസ്സസ് അങ്ങനെ ചോദിക്കാം. ഇവിടെ നമ്മള് ഹൗ ആർ ഡു വെച്ച് ഇവിടെ ഒന്നും പഠിച്ചില്ലല്ലോ ഫെബിൻ. എന്നിട്ട് ഫെബിൻ എങ്ങനെയാണ് ഈ ഡു വെച്ച് പറയുന്നത്? ഹൗ ആർ, ഫെബിൻ ഇപ്പൊ എന്തോ ഒരു ഉത്തരം പറഞ്ഞായിരുന്നല്ലോ, അതിലെവിടെയാണ് ഡു ഉള്ളത്? ഓക്കെ. കയ്യിനെത്തണം. അടുത്തൊരു ചോദ്യം, ആരുടെ മൈക്രോവേവില് ആരുടെ ലഞ്ചാണ് ഉള്ളത്? മൈക്രോവേവില് ആരുടെ ലഞ്ചാണ് ഉള്ളത്? ഹൂസ് ലഞ്ച് ഇൻ മൈക്രോ? അത്രയും കറക്റ്റ് ആണ്. അതിന്റെ ഇടയ്ക്ക് ഒരു സാധനം ഇടണം.
whose lunch is ആ whose lunch is in on microwave. is ആ microwave. ശരി ശരി. ആരുടെ പേഴ്സ് ആണ് മിസ്സിംഗ്? Whose purse is missing? ഓക്കെ ഗ്രേറ്റ്. ആരുടെ കൂടെയാണ് ഫെബിൻ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ആരുടെ കൂടെ? അല്ലെങ്കിൽ ആർക്കൊപ്പമാണ് ഫെബിൻ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ആർക്ക് ആരെന്നൊക്കെ നമ്മൾ എവിടെയാ പഠിച്ചത്? ഹൂ Who? ആണോ, ഹൗ ആണോ, വാട്ട് Whom? ആണോ, വിച്ച് ആണോ? ആ Whom? ഉം ആ Whom? ഹൂം. Whom do you ഉണ്ടോ? ആ ഉണ്ട്. Whom do you സ്പെൻഡ്. spend free time? ആ ഹൂം ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം? ഹും ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം വിത്ത്, അല്ലെങ്കിൽ വിത്ത് ഹും ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം? ഈ വിത്ത് എന്ന് പറയുമ്പോ ആരുടെങ്കിലും കൂടെ എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ഹും ഡു യു സ്പെൻഡ്. ഞാൻ ആ ഫോമാറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? ഹും ഡു യു, ഈ ഫോമാറ്റ് ആണ്. ഹും ഡു യു സ്പെൻഡ് ദ ടൈം. അതിന്റെ Okay, okay. കൂടെ ഒരു വിത്തും കൂടെ, വിത്ത് ഓർ വിത്തൗട്ട്, അത്രയും പറഞ്ഞു തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കറക്റ്റ് ആകും, ഫോമാറ്റ് ആകും. ക്ലിയർ ആയോ? Okay, okay. Clear ആണ്, clear ആണ്. ഫെബിൻ കഴിഞ്ഞ ഡിന്നറിന് ആരെയാണ് വിളിച്ചത്? ആരെയാണ് ഇൻവൈറ്റ് ചെയ്തത് ഡിന്നറിന്? Whom did you call last dinner? ഹും ഡിഡ് യു ഇൻവൈറ്റ് ടു ദ ഡിന്നർ? എങ്കിലും കുഴപ്പമില്ല, Okay. ഹും ഡിഡ് ആണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ. ഡു ആയിരുന്നെങ്കിൽ ഡൂയുടെ അർത്ഥം ആരെയാണ് ക്ഷണിക്കുന്നത് എന്നാണ്. ഡിഡ് എന്ന് പറയുമ്പം ആരെയാണ് ക്ഷണിച്ചത്, അപ്പൊ പാസ്റ്റ് ആണ്. ഓക്കെ. അപ്പോ നമ്മുടെ ക്ലാസ് എന്തായാലും കഴിഞ്ഞു. ഇനി നാളെ ചിലപ്പോ എക്സാം നാളെ തന്നെ ഉണ്ടാവും. ഞാനാണോ ചോദിക്കുന്നത് എനിക്ക് അറിയത്തില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചു വിടും. അപ്പം നല്ലപോലെ ആലോചിച്ച് പറയണം കേട്ടോ. Okay, ഓക്കെ. okay. താങ്ക് യു. ഗുഡ് നൈറ്റ്. Okay, thank you.